അനസിൻ്റെ കൈ മുറുകെ പിടിച്ച് അവൾ നടക്കുന്നു. പടച്ചോനെ, എൻ്റെ ഇക്കയുടെ കൂടെ മാത്രം എന്താ ഇങ്ങനെ? രണ്ട് സ്ത്രീകൾ അപ്പുറവും ഇപ്പുറവും കൈകൾ പിടിച്ചു നടക്കുന്നു. എൻ്റെ കൈകൾ ഞാൻ വിട്ടുകെടുത്താലോ എന്ന് വിചാരിച്ചു മുസിന. നീ എടുത്തോ ഷാനിബ, എനിക്ക് വേണ്ട അനസ്കയെ. ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ ശരിയാവില്ല. അല്ലെങ്കിലും ഒരു പെണ്ണും ആഗ്രഹിക്കാത്ത രീതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ അവകാശം പറഞ്ഞ് വേറെ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കൊടുത്തോളാം ഞാൻ. എനിക്ക് അല്ലെങ്കിലും ഒന്നും തന്നെ ഇക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. എൻ്റെ കൂടെ കഴിയുന്നതോ എൻ്റെ കൂടെ നടക്കുന്നതോ ഒന്നും ഇക്കക്ക് ഇഷ്ടമല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു സ്നേഹത്തോടെ ഒരു തലോടൽ പോലും എനിക്ക് ഇക്കയിൽ നിന്നും ലഭിച്ചിട്ടില്ല. അവൾ എടുത്തോട്ടെ എല്ലാം, ഞാൻ ഒറ്റയ്ക്ക് മതി. അള്ളാഹുവിൻ്റെ കാവൽ, അത് മാത്രം മതി എനിക്ക്. ഇങ്ങനെ സമാധാനമില്ലാതെ ഓരോന്നോരോന്ന് കാണുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതാണ് ഏറ്റവും നല്ലത് എന്ന് മൂസിന മനസ്സിൽ വിചാരിച്ചു. അവിടെ വെച്ച് അവൾ ആ തീരുമാനമെടുത്തു. ഇക്കയെ ഇനി എനിക്ക് വേണ്ട. അത് ഇക്കയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് ഒരാവശ്യം വന്നാൽ ഞാൻ അവിടെ എപ്പോഴായാലും ഉണ്ടാകും. പിന്നെ എനിക്ക് ഇക്കയുടെ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇക്കയുടെ ഈ പല സ്ത്രീ ബന്ധം അത് കൂടി വരികയാണ്, കുറയുന്നതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനൊന്നും പറയാനുമില്ല, ചോദിക്കാനുമില്ല. എന്തൊക്കെയോ ഓർത്ത് മൂസിന ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. അപ്പോൾ അതാ ഷാനിബയും അനസും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നത് കണ്ട മൂസിന, അല്ലാ, ഇതുപോലുള്ള കാഴ്ചകൾ നീ എന്നെ ഇനി കാണിപ്പിക്കല്ലേ റബ്ബേ. എൻ്റെ